ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വചനം ലൂക്കോസിന് സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. അവിടെ കർത്താവിനെ കാണുവാൻ ആഗ്രഹിച്ച സഖായിയുടെ കഥയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. സഖായി പൊക്കം കുറഞ്ഞവനാണ്. അതുകൊണ്ട് തന്നെ പുരുഷാരത്തിനിടയിൽ വെച്ച് അവന് കർത്താവിനെ കാണുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് കർത്താവ് പോകുന്ന വഴി അവൻ മുന്നമേ ഓടി ഒരു കാട്ടത്തി മരത്തിന്മേൽ കയറിയിരുന്നു. കർത്താവ് ആ വഴിയെ വരുമ്പോൾ ആ കാട്ടത്തിയുടെ ചുവട്ടിൽ നിന്ന് കർത്താവ് സഖായി വിളിക്കുന്നുണ്ട്. സഖായി ഇറങ്ങി വന്ന് കർത്താവ് അവനോടൊപ്പം അവൻ്റെ ഭവനത്തിലേക്ക് കടന്നു എന്ന് ആ ഭവനത്തിൽ വിളിച്ചു പറയുന്നുണ്ട്, ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടായിരിക്കുന്നു. അപ്പോൾ സഖായി തനിക്കുള്ളതെല്ലാം, അന്യായമായി സമ്പാദിച്ചതെല്ലാം ദരിദ്രർക്ക് വിട്ടുകൊടുക്കാമെന്ന് അദ്ദേഹം കർത്താവിന് മുമ്പിൽ വെച്ച് സത്യം ചെയ്യുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഈ ഒരു വചനഭാഗത്ത് നിന്ന് 2-3 ചിന്തകൾ പങ്കുവെക്കാനായിട്ടാണ് ആഗ്രഹിക്കുക. ഒന്ന്, സഖായിയുടെ ജീവിതം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുമ്പോൾ ഒന്നാമതായിട്ട് നാം ചിന്തിക്കേണ്ടത്, ഞാൻ യേശുവിനെ കാണുവാൻ ശരിക്കും ശ്രമിച്ചിട്ടുണ്ടോ? സഖായി കർത്താവിനെ കാണാൻ ആഗ്രഹിച്ചു. അവൻ കാട്ടത്തി മരത്തിൽ മേൽ കയറുവാൻ ഇടയായത് കർത്താവിനെ കാണാനുള്ള അമിതമായ ആഗ്രഹമാണ്. എന്നാൽ എൻ്റെ തിരക്കേറിയ ജീവിതത്തിൽ ഞാൻ യേശുവിനെ കാണാൻ യേശുവിന് വേണ്ടി സമയം മാറ്റിവെച്ചിട്ടുണ്ടോ? യേശുവിന് മുമ്പിൽ ഇരുന്നിട്ടുണ്ടോ? വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ ദൈനംദിനമായ ആത്മപരിശോധനയ്ക്ക് വേണ്ടി ഞാൻ സമയം മാറ്റിവെച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവിനെ കാണാൻ കർത്താവിന് മുമ്പിൽ കുറച്ചു നേരം ദിവസം ഞാൻ ഇരിക്കാം. രണ്ടാമതായിട്ടുള്ള ചിന്ത, നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സന്ദർശനം ഉണ്ടാകാൻ തക്കവണ്ണം ഞാൻ തയ്യാറായിട്ടുണ്ടോ? കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ല, കർത്താവ് കടന്നു വന്നാൽ, ഈ നിമിഷം വന്നാൽ അവനെ സ്വീകരിക്കാൻ എൻ്റെ ഹൃദയം ഞാൻ ഒരുക്കിയിട്ടുണ്ടോ? കർത്താവ് സഖായിയുടെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ആ ഭവനത്തിന് ഒത്തിരിയേറെ മാറ്റം സംഭവിച്ചു. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് കടന്നു വരാൻ പറ്റാത്ത ഇടങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഏതെങ്കിലും ഭാഗത്തുണ്ടോ? കർത്താവിന് കടന്നു വരാൻ പറ്റാത്ത ഇടങ്ങൾ എൻ്റെ ആ ജീവിതത്തിലുണ്ടോ? ആത്മീയ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ കർത്താവിനെ ക്ഷണിക്കാൻ പറ്റാത്ത ഇടങ്ങളുണ്ടോ എന്ന് നമ്മളൊന്ന് വിചിന്തനം ചെയ്യുക. 3, എൻ്റെ ആത്മീയ അനുഭവം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീർന്നിട്ടുണ്ടോ? കർത്താവ് സഖായിയുടെ ഭവനത്തിൽ വെച്ച് പറയുകയാണ്, ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. സഖായിയുടെ മാറ്റമാണ്, അല്ലെങ്കിൽ സഖായി കർത്താവിനെ കാണാൻ ആഗ്രഹിച്ച് അവന് വേണ്ടി കാണാൻ വേണ്ടി മുന്നോട്ടിറങ്ങിയതാണ് അവൻ്റെ കുടുംബത്തിന് അനുഗ്രഹത്തിന് കാരണം. എനിക്ക് കിട്ടിയ ദൈവാനുഭവം മറ്റുള്ളവരുമായി പങ്കുവെക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ? അത് എൻ്റെ കുടുംബത്തിലും എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലും ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? അടുത്തത്, ഞാൻ ശരിക്കും അനുതാപത്തിൻ്റെ ജീവിതമാണോ നയിക്കുന്നത്? കർത്താവ് സഖായിയുടെ ഭവനത്തിൽ വന്നപ്പോൾ സഖായി പറഞ്ഞൊരു കാര്യം, കർത്താവ് ഞാൻ അന്യായമായി സമ്പാദിച്ചത് ഞാൻ ദരിദ്രർക്ക് തിരിച്ചു കൊടുക്കാം, ഒന്നിന് ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തു, 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തോളാം. ശരിക്കും അദ്ദേഹം ഒരു വലിയ തത്വചിന്ത ഒന്നും പറഞ്ഞില്ല, നേരെ പ്രായോഗികമായ തീരുമാനം അദ്ദേഹം എടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അനുതാപത്തിൻ്റെതായ ജീവിതം ക്രിസ്തുവിനെ കണ്ടെത്തി ഞാൻ ക്രിസ്തു ആഗ്രഹിക്കുന്ന അനുതാപപൂർണമായ ജീവിതം നയിക്കുവാൻ ഞാൻ തയ്യാറാണ്. നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ തിരുത്തിയിട്ടുണ്ടോ? ഇനിയും തിരുത്താത്ത ഏതെങ്കിലും ഉണ്ടോ എന്ന് തിരിച്ചറിയുക, പരിശോധിക്കുക, അവ തിരുത്തുവാനായിട്ട് ഈ ദിവസം, ഈ സമയം നമുക്ക് തന്നെ ഉപയോഗിക്കാം. കൃത്യമായ പരിഹാര നടപടികൾ സ്വീകരിക്കുവാൻ നമുക്കിടയാകട്ടെ. 4 ചിന്തകൾ നമ്മൾ പറഞ്ഞു. ഈ 4 ചിന്തകളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഇന്നത്തെ വചനം ധ്യാനിക്കാം. അതിന് സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.